എവറസ്റ്റിനേക്കാൾ ഉയർന്ന ഒരു കൊടുമുടിയില്ല, എവറസ്റ്റിനേക്കാൾ ഉയർന്നതായ ഒരു പർവ്വതമില്ല എന്നതുപോലെ യേശുവിനേക്കാൾ ഉന്നതനായ ഒരു ദൈവമില്ല, യേശുവിനേക്കാൾ വലിയവനില്ല. വലിയവന്മാരുണ്ടായിരിക്കാം, പക്ഷെ യേശു അത്യുന്നതനാണ്. എൽ ഏലിയോൻ 91 സങ്കീർത്തനം പറയുന്നു, സ്തോത്രം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽകീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അത്യുന്നതൻ. ഉന്നതന്മാർ ലോകത്തിൽ കാണും, ഉന്നതന്മാരെ ഒരുപക്ഷെ ആർക്കൊക്കെയോ പരിചയമുണ്ടായിരിക്കും, പക്ഷേ യേശു അത്യുന്നതനാണ്. കള്ളം പറയാത്ത, വീമ്പിളക്കാത്ത യേശു തന്നെ പറഞ്ഞു, ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ, ഇവിടെ ഇതാ ദേവാലയത്തിലും വലിയവൻ, പിന്നെ ഇവിടെ ഇതാ യാഗത്തിലും വലിയവൻ. തൻ്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു. എബ്രായ ലേഖനത്തിൽ വേദപുസ്തകം പറയുന്നു, അവൻ പ്രവാചകന്മാരെക്കാൾ വലിയവൻ, അവൻ ദൂതന്മാരെക്കാൾ വലിയവൻ, അവൻ സാക്രിഫൈസസ് യാഗങ്ങളെക്കാൾ വലിയവൻ, അവൻ യാഗപീഠത്തെക്കാൾ വലിയവൻ, അവൻ ദേവാലയത്തെക്കാൾ വലിയവൻ, അവൻ പുരോഹിത വൃന്ദത്തെക്കാൾ വലിയവൻ, അവൻ രാജാക്കന്മാരെക്കാൾ വലിയവൻ, അവൻ വിശ്വാസ വീരന്മാരെക്കാൾ വലിയവൻ. ഓ, ഇൻ ജീസസ് നെയിം. ഇന്ന് പകലും ആരോ പറയട്ടെ, എൻ്റെ പണത്തെക്കാൾ യേശു വലിയവൻ, എൻ്റെ അഭിഷേകത്താൽ യേശു വലിയവൻ, എൻ്റെ കുടുംബത്തെക്കാൾ യേശു വലിയവൻ, എൻ്റെ ജോലിയേക്കാൾ യേശു വലിയവൻ, എൻ്റെ പ്രാണനേക്കാൾ യേശു വലിയവൻ, എൻ്റെ പ്രിയപ്പെട്ടവരെക്കാൾ യേശു വലിയവൻ.